വയനാട്ടിലെ ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും നമ്മളെ വിട്ടുപോയിട്ടില്ല. ഒരു ലാഭേച്ഛയുമില്ലാതെ രാവന്തിയോളം കഷ്ടപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരെയാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വളരെ സങ്കടകരമാണ്. ഇതുവരെ ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിയിട്ടില്ല. നിലവിൽ എല്ലാ രക്ഷാപ്രവർത്തകരും കുപ്പിവെള്ളവും അതുപോലെ ബ്രെഡ്, ബിസ്ക്കറ്റ് അതുപോലെയുള്ള ലഘു പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഇതുവരെ വിശപ്പടക്കിയത്. എല്ലാ രക്ഷാപ്രവർത്തകരും വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പറയുന്ന ഈ മുണ്ടക്കയിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ സാധാരണ മനുഷ്യൻ ക്ഷീണിക്കും. നിങ്ങളൊക്കെ നടന്നല്ലേ വന്നേ? അതെ, എല്ലാവരും ഇന്ന് നല്ല വെയിലുമാണ്, നല്ല ക്ഷീണമുള്ള സമയമാണ്. ഇന്നലെ രാത്രി വരെ ഭക്ഷണം കൃത്യമായിട്ട് കൊടുത്താണ്. രാത്രി വരെ ഭക്ഷണം കൃത്യമായിട്ട് എല്ലാവരും വളണ്ടിയേഴ്സിനും അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും കൊടുത്താണ്. അപ്പോൾ അകാരണമായിട്ടാണ് ഇപ്പോൾ ആ ഭക്ഷണം നിർത്തിവെച്ചിട്ടുള്ളത്. എന്താണ് കാരണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒരു കാരണം അറിയില്ല. കാരണം നിരവധി സന്നദ്ധ സംഘടനകൾ ഇവിടെ പ്രവർത്തന സജ്ജരായിട്ടുണ്ട്. ഇപ്പോൾ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വം തന്നെ അവർക്ക് ഭക്ഷണം കൂടെ കരുതേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. കാരണം 10,000 ആളുകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടച്ചുപൂട്ടി സർക്കാർ സംവിധാനത്തിൽ മാത്രം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രയാസമില്ല. പക്ഷെ നമുക്ക് ഭക്ഷണം കിട്ടാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഞങ്ങളൊക്കെ അത്രയും ഇങ്ങോട്ട് താണ്ടി വന്ന് ഇവിടുന്ന് ഭക്ഷണം ബിസ്ക്കറ്റും അതുപോലെ ബ്രെഡുകളും ബിസ്ക്കറ്റും അതുപോലെ ചായ പോലും ഇല്ല, കുപ്പിവെള്ളമൊക്കെയാണ് കഴിക്കുന്നത്. ഇത് കഴിച്ച് നമുക്ക് എത്രമാത്രം, നിങ്ങൾക്കറിയാം ഈ മലകളുടെ മുകളിൽ പോയി ചെയ്യുന്ന സേവനവും കാര്യങ്ങളൊക്കെ എത്രമാത്രം സ്ട്രെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വളരെ ഭാരമേറിയ മെഷീനറീസും എക്യുപ്മെന്റ്സും എല്ലാം കയ്യിൽ കരുതിയിട്ടാണ് അവർ ഈ ഉയരങ്ങളിലേക്ക് നടന്നു കയറുന്നത്. അപ്പോൾ അവർക്ക് അതിനാവശ്യമായ ഊർജ്ജത്തിനുള്ള ഭക്ഷണം ലഭിക്കണമെന്നത് നിർബന്ധം തന്നെയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തും എടുത്ത തീരുമാനത്തിൽ വല്ല പാളിച്ചയും വന്നതാവാം. അതേപോലെ തന്നെ ഭക്ഷണങ്ങളും പാക്കറ്റ് ഫുഡ്സും അയക്കുമ്പോൾ മാക്സിമം എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനങ്ങൾ അയക്കാൻ ശ്രദ്ധിക്കുക. കാരണം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ബ്രെഡാണ് അവരുടെ കയ്യിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ സാധനമാണ് അവർക്ക് ഞങ്ങൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രെഡും വെള്ളവും രാവിലെ ഭക്ഷണം കിട്ടുന്ന ഗതിയിൽ ഞങ്ങൾ വന്നത്. പെട്ടെന്നാണ് അറിഞ്ഞത് ഞങ്ങളെ കിച്ചൺ നിർത്തി എന്നുള്ളത് അറിഞ്ഞത്. ഭക്ഷണമൊന്നും കിട്ടാനില്ല. ഇപ്പൊ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവരാനും പാകില്ല. ഞങ്ങൾ കുറെ വെള്ളം കുപ്പിയൊക്കെ കയറ്റി കൊടുക്കുന്നത്, തോളിൽ വെച്ചിട്ടാണ് കൊടുന്നതൊക്കെ. വളരെ കഷ്ടപ്പെട്ടാണ് കൊടുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ വെള്ളമില്ല, ഒരു സാധനം ഒന്നുമില്ല. ഇപ്പൊ ബ്രെഡ് തിന്നടുത്ത് നോക്കുമ്പോൾ തിന്നു കഴിഞ്ഞ് ഞങ്ങൾ ഈ പാക്കറ്റ് ഞങ്ങൾ എല്ലാം കൂടി തിന്ന് തീർത്തതാ. പക്ഷെ നോക്കുമ്പോൾ ഡേറ്റ് തീർന്നിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. അങ്ങനെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്, ഇവിടെ വന്നത് വിശന്നിട്ട് എന്ത് ചെയ്യാൻ അവിടുന്ന്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അധികൃതരോ അതുമായി ബന്ധപ്പെട്ടവരോ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വയനാടിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കേരളമാണ്, ഇതും നമ്മൾ അതിജീവിക്കും.